എന്റെ അമ്മോ, ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. എല്ലാവരും പ്രാർത്ഥിക്കൂ. എന്താ ഇത്? മട്ടൺ സ്റ്റൂ, ടൊമാറ്റോ സോസ്, റെഡ് ബട്ടർ ജാം, ഇഡ്ഡലി, ഇതെല്ലാം നമ്മുടെ കേരള സ്റ്റൈലിൽ ഉണ്ടാക്കിയതാ. ഇത് ഏത് രാജാവിന്റെ പടമാണ്? മധ്യ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവാ, പേര് ശശി. മേലെടുത്ത് ബംഗ്ലാവിൽ ചെന്നാലേ യക്ഷി ചോര വെച്ച് കുടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇല്ലടാ, ഒന്നുമില്ല, ചുമ്മാ വരട്ടെ. എന്തെങ്കിലുമൊക്കെ കാണൂടാ. ഞാനിത് വാങ്ങുമ്പോ ഭാര്യ പറയാ അതിനകത്ത് കയറി 3-4 രാത്രി ഒറ്റയ്ക്ക് സുഖമായിട്ട് താമസം. എന്നിട്ട് പ്രേതം നിന്നെ കൊന്ന. ഞാനിത് വാങ്ങിയത് ദൊരോത്തി ഫെർണാണ്ടസ് എന്ന ദൊരോത്തി മദാമയുടെ കയ്യിൽ നിന്നാണ്. അവരിത് പല പ്രാവശ്യം പലർക്കും വിറ്റതാ. വാങ്ങിയവന്മാരൊക്കെ ഒട്ടും താമസിക്കാതെ ഇത് മദാമയ്ക്ക് തന്നെ തിരിച്ചു വിറ്റിട്ട് ഓടി രക്ഷപ്പെട്ടു. എന്താ ഒരു ശബ്ദം കേട്ട്? അത് ഞാനൊന്ന് ശ്വാസം വിട്ടതാ. പാതിരാത്രിക്ക് എന്താ പുല്ലെ ശ്വാസം വിടുന്നത്? നിങ്ങൾ പോകും സ്ഥലം എവിടെയാന്ന് കണ്ട് പറയും ഞാൻ. ഞാനാണ് മാപ്പ്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. എലിഫന്റ് ചാണകോ? നീ ആനപ്പിണ്ടമെന്നാണോ ഉദ്ദേശിച്ചത്? ഈ വഴിക്ക് പോയാ വെള്ളച്ചാട്ടത്തിന് മുകളിലെത്തും. ശ്രദ്ധിച്ചു കേട്ടാ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം എവിടുന്നോ കേൾക്കാം. അവന് മൂത്രം ഒഴിക്കാൻ കണ്ട നേരം. അങ്ങനെയൊക്കെ ചോദിച്ചാ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭൂതവും പിശാചും ഉണ്ടെന്നൊക്കെ ചുമ്മാ പറയുന്ന ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇത്രയും പേരില്ലേ. മാസ്റ്റർ ഇങ്ങോട്ടോ, മുമ്പിലടക്ക്. നടക്ക് മാസ്റ്റർ, ഞാൻ നോക്കിക്കോളാം. ഇങ്ങനൊരു പേടി. എന്താ പറ്റിയത്? ഞാൻ എങ്ങോട്ടെങ്കിലും ഓടാം.